ഹായ് ഫ്രണ്ട്സ്, ഏട്ടൻ ഓഫീസിലുള്ളത് കാരണം 2 ദിവസമായിട്ട് ഞങ്ങൾ പുറത്തേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഈവനിങ് ആയപ്പോൾ ഏട്ടൻ പറഞ്ഞത്, എന്നാൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എൻ്റെ കൂടെ ജിമ്മിലേക്ക് പോരുമെന്ന് പറഞ്ഞു. അമ്പാടി കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ ജിമ്മിൽ പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി. ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് കേട്ടോ ജിമ്മിലേക്ക്. ഇതൊരു VIP ഏരിയ ആണ്. ഇവിടെ വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നത്. അവരെ പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് പോയി. അമ്പാടി ഉള്ളത് കൊണ്ട് നമുക്ക് ജിമ്മിൽ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ബാക്ക് സൈഡിൽ പൂളുണ്ട്, അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ക്യാമറ നമുക്ക് ജിമ്മിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല, എന്നാലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എൻ്റെ ബാക്കിലാണ് പൂളും ബീച്ചും ഒക്കെ ഉള്ളത്. ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാനിവിടെ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. എന്നെയും മോനും പൂളിൻ്റെ സൈഡിലേക്ക് ആക്കിയിട്ട് ഏട്ടൻ വർക്കൗട്ടിന് പോയി കേട്ടോ. ഈവനിങ്ങിൽ കുറച്ച് നേരം സമാധാനമായിട്ട് വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ആദ്യം അവിടേക്ക് ഒന്ന് ചുറ്റിയടിച്ച് കാണാമെന്ന് വിചാരിച്ചു. നമുക്കിവിടെ ഫാമിലീസിനെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം അത് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ. ഫാമിലിയൊക്കെ ആയിട്ട് ഈവനിങ്ങിൽ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ടും ഫാമിലീസൊക്കെ വരുന്നത് കുറവാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു ഒരു മലയാളി ഫാമിലീനെ ഞാൻ പരിചയപ്പെട്ടത്. അവർ പറഞ്ഞത് ഇവിടെ ചൂടായത് കാരണമാണ് ഇപ്പം ഫാമിലീസൊക്കെ വരുന്നത് കുറവ്, അല്ലാതെ ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. കുറച്ച് സമയം അവരോട് സംസാരിച്ചു. പിന്നെ നമ്മുടെ അമ്പാടിക്കുട്ടി നല്ല കളിയായിരുന്നു കേട്ടോ. ഏട്ടൻ വരുമ്പോഴേ പറഞ്ഞിരുന്നു എൻ്റെ അടുത്തൊരു ഡ്രസ്സ് എടുത്തിട്ട് കയ്യിൽ വെക്കാൻ, പക്ഷെ ഞാനത് കേട്ടില്ല. അതിൻ്റെ സങ്കടത്തിൽ, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന സങ്കടത്തിൽ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു അവിടെ. അപ്പോഴാണ് നമ്മൾ അമ്പാടിക്കുട്ടിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയത്. അവൻ കുറേ നേരം അവരോട് കളിച്ചു. അതിനുശേഷം നമുക്ക് പോകാൻ ടൈമായി. അങ്ങനെ അമ്പാടിനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അമ്പാടിക്ക് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അവൻ്റെ ഫ്രണ്ട് പോയതുകൊണ്ടാണ് കേട്ടോ അവൻ വരുന്നത്. പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പോയി പരിചയപ്പെട്ടു. അമ്പാടിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് വന്നു. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് ഓർഡർ ചെയ്തു.